നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളിലാണ്, സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ചെങ്ങാലൂർ എത്തിയിട്ടോ. കിച്ചു എന്നെ സ്കൂളിൽ കൊണ്ടാക്കി പോയി. ഞാൻ ദാ ഉള്ളിലേക്ക് കടന്നു. അങ്ങനെ ഓരോരുത്തരെത്തി. ഇവിടുത്തെ HM ആണ് ജിജിമോൾ ടീച്ചർ. ഉള്ളിൽ കിടന്നു. റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഞങ്ങളുടെ പഴയ ഹെഡ് മാസ്റ്ററാണ് ആൻ്റണി മാഷുദ. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട് ആള്. പിന്നെ ഉഷ ടീച്ചർ പുതിയ ഞങ്ങളുടെ ഒരു അംഗമാണ്. ഇക്കൊല്ലം റിട്ടയർ ചെയ്ത ആളാട്ടോ ഉഷ. ഇത് ആഗ്നസ് ആണ് കേട്ടോ, എൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. സായുജ്യ സംഗമത്തിലേക്ക് സ്വാഗതം. ലിസി ടീച്ചറാണ്, നല്ല കലാകാരിയാണ്. നല്ല ഭംഗിയായിട്ട് പടമൊക്കെ വരച്ച് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കൊണ്ടു തന്നു എനിക്ക്. അത് ശരി. ചായയും കൂടിയിട്ടല്ലേ? അടിപൊളി. സായുജ്യ സംഗമത്തിലേക്ക് സ്വാഗതം. അടിപൊളിയുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ടീച്ചറെ എങ്ങനെയാ വന്നേ? ബസ്സിൽ വന്നു അല്ലേ? വന്നവര് അവിടെ ഇവിടെയൊക്കെ നിന്ന് വർത്തമാനം പറയാണ് കേട്ടോ. കുറേ കാലമായിട്ട് കാണുന്നതല്ലേ, സന്തോഷം എല്ലാവർക്കും. ഹലോ ഹലോ സുന്ദരി ടീച്ചറെ, എന്നാ പോണേ നിങ്ങള്? എന്നാ പോണേ? മാലിട്ടോ? ഇല്ല. ഇത് ചേച്ചി വരാഞ്ഞ് പല ഡോക്ടർ. നീ എനിക്ക് വീഡിയോ പിടിച്ചോളൂട്ടാ. അതെ MCTയോ? നമുക്ക് കടന്നിരിക്കാം ലിസിയെ പതുക്കെ. അടുത്തതായിട്ട് അനുശോചനം രേഖപ്പെടുത്തലാണ്. ഡെയ്സി ടീച്ചറെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ യോഗത്തിന് ശേഷം നമ്മളിൽ നിന്ന് പോയവരെ അനുസ്മരിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയുമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ആദ്യമായിട്ട് വളരെ കാർമി സ്കൂളിലെ ആരംഭം മുതൽ തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. ജോർജേട്ടൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു. കഴിഞ്ഞ മെയിലായിരുന്നു. അപ്പോൾ ഈ സ്കൂളുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരാളായിരുന്നു ജോർജേട്ടൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് പണ്ടത്തെ സ്റ്റാഫിനും ജോർജേട്ടൻ്റെ പവർ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ജോർജേട്ടൻ നമ്മളിൽ നിന്ന് പോയി. കുറച്ച് കാലമായി ആൾ അസുഖമൊക്കെ ആയിട്ട്, എങ്കിലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് ജോർജേട്ടൻ. അപ്പോൾ ജോർജേട്ടന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളിൽ നിന്ന് പോയത് നമ്മുടെ ലോലക്കുട്ടി മാഷിൻ്റെ പ്രിയപുത്രി. ഇവിടെ പഠിച്ചു, ഇവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു. പിന്നെ സെൻറ് തോമസിലായിരുന്നു.
അസുഖമൊക്കെ വന്നപ്പോൾ ആള് വളരെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് നമുക്ക് വളരെ ഒരു വേദനാജനകമായ ഒരു കാര്യമായിരുന്നു. ആള് സുഖമില്ലാതെ കേട്ടപ്പോൾ തന്നെ നമുക്കൊക്കെ വിഷമായി. ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയാണ്. പിന്നെ മനുഷ്യനെ കേട്ടപ്പോൾ അതിലും വിഷമായി. പക്ഷെ എന്ത് ചെയ്യാം, ദൈവത്തിന് നമുക്ക് നിശ്ചിത സമയമൊക്കെ ഭൂമിക്ക് നമുക്ക് തന്നിട്ടുള്ളൂ. ആ സമയം ആൾ പക്ഷേ നല്ല ആ കുറച്ച് കാലം കൊണ്ട് ഒരുപാട് മനുഷ്യരെ പഠിച്ച കുട്ടികളുടെയും സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ലിറ്റിക്ക് വേണ്ടിയിട്ടും ലിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ലിറ്റിക്ക് വേണ്ടിയും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അല്പസമയം മൗനമായി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയാനുള്ളതാണ്. സ്വാഗതം ഞാൻ തന്നെ പറയാം അല്ലേ. നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പലരും പല കാരണങ്ങളെ കൊണ്ട് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റാത്തവരാണ്. പല കാര്യങ്ങളുണ്ടാവുമല്ലോ, മക്കള്, പേരക്കുട്ടികള്, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാനുണ്ട്. അവരോടുള്ള കുറേ സർവീസ് ചെയ്യാനുള്ളതുകൊണ്ട് വരാത്ത ആൾക്കാരുണ്ടായിരിക്കും. അതുകൂടാതെ അസുഖം മൂലം വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. എന്തൊക്കെയായാലും അവരുടെ പ്രസൻസ് മാനസികമായിട്ടുകൂടി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. സ്വാഗതത്തിന് കിടക്കാണ് കേട്ടോ. ഔപചാരികമായിട്ടുള്ള സ്വാഗതം പറയുമ്പോൾ ആദ്യം പറയണത് നമ്മുടെ പ്രിയപ്പെട്ട മാനേജരെയാണ്. മാനേജർ കഴിഞ്ഞ ഒരു നമുക്ക് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടായിരുന്നു. നല്ല ഒരു പ്രസംഗമൊക്കെ കാഴ്ചവെച്ചു. അതായത് നമ്മളുടെ എങ്ങനെ വയസ്സായാലും നമ്മൾ സമയമൊക്കെ തള്ളി നീക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. കുറച്ച് ദൈവികമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലുണ്ട്. അപ്പോൾ അത്രയും നല്ല ഒരു പ്രസംഗം നമുക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടി. കുറച്ചും കൂടി നല്ലത് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മാനേജേഴ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി പിന്നെ നമ്മുടെ 2 മാഷന്മാരാണ് അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. ആന്റണി മാഷാണ്. ആന്റണി മാഷ് ഏറ്റവും ആദ്യം മാഷ് എത്തിയത്. കഴിഞ്ഞ കൊല്ലം മാഷിനെ ആദ്യം വന്നത്. വളരെ സന്തോഷം മാഷ്. കാരണം നമുക്ക് നടക്കാൻ പറ്റുമ്പോൾ നടക്കുക, അതാണ് മാഷിന്റെ പോളിസി. നമ്മൾ അങ്ങനെ തന്നെ ആവണം. കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. തിന്നാൻ പറ്റുമ്പോൾ തിന്നാം, നടക്കാൻ പറ്റുമ്പോൾ നടക്കുക, പറയാൻ പറ്റുമ്പോൾ പറയാം. പറ്റാത്തൊരു സമയം വരും കേട്ടോ. അപ്പം നമുക്കൊന്നും പറ്റില്ല, പക്ഷെ എതിരില്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാഷ് നേരത്തെ വന്നു. സന്തോഷം. ലോനക്കുട്ടി മാസ്റ്റർ എന്ന് പറഞ്ഞാല് ആളെന്നെ പഠിപ്പിച്ച ഭാഷ തന്നെയാണ്. മലയാള ഭാഷയാണ്. ഇന്നും ഇത്ര വയസ്സ്, എനിക്ക് 70 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നും ആ പറഞ്ഞ വാക്കുകൾ അതേ ട്യൂണിൽ ഇപ്പോഴും പറയാം. ഏറ്റവും ഇഷ്ടം എനിക്ക് മാഷ് പഠിപ്പിച്ചത് വൃത്താണ്. വൃത്തം പഠിപ്പിക്കല് അല്ലേ മാഷ? ഞാൻ എത്ര ആൾക്കാരൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സംസ്കൃതത്തിലുണ്ടല്ലോ വൃത്വാലങ്കാരൊക്കെ. അപ്പൊ ഞാനെപ്പോഴും മാഷയുടെ ആ ഒരു ട്യൂഡൻസിനെ പഠിപ്പിക്കുന്നത്. കാരണം മലയാളത്തിൽ ആദ്യം അധ്യാപകർ ഭജസങ്ങൾക്ക് മനങ്ങൾക്ക് മാത്രമാണ് ശ്ലോകം. അതിൽ എളുപ്പത്തിൽ പറയുന്നത് ലളിത അതൊക്കെ ഓർത്ത് ഇരിക്കുകയാണ്. മറന്നിട്ടില്ലേ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ജീവൻ നടത്തുന്ന കാര്യം, പ്രജ്ഞ നടത്തുന്ന കാര്യം നിങ്ങളൊന്നും മറക്കുക എന്നുള്ളത്. പിന്നെ ഇത്രയും വയ്യെങ്കിലും മാഷ് വന്നില്ലേ, സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഗവൺമെന്റ് മാസ്റ്റർ ഞങ്ങളുടെ മലയാളം അധ്യാപകന്റെ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ല? പക്ഷേ പറയാൻ പഠിച്ചില്ലേ? ഇതൊക്കെ എൻ്റെ കുട്ടി അനിയത്തി വരെ വലിയമാരൊക്കെ ഉണ്ടോ. ഞാൻ 10 പഠിക്കുമ്പോൾ മാഷ് 5ലാണ് പഠിക്കണതേ. അപ്പോൾ ഗവൺമെന്റ് മാഷക്കും ഞാൻ എല്ലാവരുടെയും സ്വാഗതം പറയുന്നു. ഇനിയിപ്പോൾ ഇവിടെ അവസരം അടുത്ത ആളായിരിക്കണത് എനിക്ക്. കാരണം ഞാൻ പഠിക്കുമ്പോൾ തന്നെയുള്ള ടീച്ചറൊക്കെയാണ്. തമിഴ് ടീച്ചർ ജോഷി മാഷ് തന്നെ 8ാം ക്ലാസ്സിൽ കണക്ക് പഠിച്ചിട്ടുള്ള ആളാണ്. ടീച്ചർ ഒരു കിട്ടില്ല എങ്കിലും ആ ഒരു ഗുരുവിൻ്റെ സ്ഥാനമുണ്ട്. മാത്രമല്ല ഞാൻ ടീച്ചറായിട്ട് വന്നപ്പോൾ എനിക്ക് തൊട്ടടുത്ത് ഇരുന്നിരുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് ജീവിതകാലം മുഴുവനും 34 വർഷം വർക്ക് ചെയ്തത്, 33-34 വർഷം വർക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത ടീച്ചറുണ്ട്. അപ്പോൾ എനിക്ക് ടീച്ചറിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഉപദേശങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും മാർക്കില്ല. ഇന്ന് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും ടീച്ചറെ പറ്റി എൻ്റെ അടുത്ത് എത്തും വൈകി. അപ്പോൾ എൻ്റെ ഒരു
ജ്യേഷ്ഠത്തി എന്ന നിലയിലും എൻ്റെ സഹപ്രവർത്തക എന്ന നിലയിലും എൻ്റെ ഗുരു എന്ന നിലയിലും നമ്മളുടെ എല്ലാം സഹപ്രവർത്തക എന്ന നിലയിലും ഞാൻ ടീച്ചറെ സ്വാഗതം ചെയ്യും. പിന്നെ ബാക്കി എല്ലാവരും എൻ്റെ സഹപ്രവർത്തകരാണ്. ഒരുപാട് മാനസികമായിട്ട് ഇവിടെ എത്താൻ ആഗ്രഹമുള്ളവരാണ് TRS മാഷൊക്കെ. ടീച്ചർ ഞാൻ എന്തായാലും വരും. ഹോസ്പിറ്റലിൽ നിന്ന് ടീച്ചറെ ഞാൻ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ എത്തിയിരിക്കും, എനിക്ക് ഇവിടേക്ക് വരണം എന്നതുപോലെ ആശുപത്രിയിൽ ഞാൻ വിളിക്കാറുണ്ട്. എനിക്ക് നിങ്ങളെ കണ്ടാലേ സമാധാനം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും എന്നൊക്കെ പറയാമല്ലേ, എല്ലാവർക്കും സ്വാഗതം പറയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സഹപ്രവർത്തകയാണെങ്കിൽ പോലും ഒരു ഇരിക്കുന്നത് ഇവിടെ അല്ല, ഇവിടെ ഇരുന്നത് ജിജിമോൾ ടീച്ചർക്കും സ്വാഗതം. നെറ്റാണ് കേട്ടോ. ഓക്കെ, അടുത്ത അധ്യക്ഷ പ്രസംഗമാണ്. അടുത്തതായിട്ട് ഉദ്ഘാടനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അച്ഛൻ ഫാദർ ജിജോ മുരിങ്ങേരി അവരുടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആന്റണി മാഷ്, പിന്നെ കുട്ടി മാഷ്. ആന്റണി മാഷ് എനിക്ക് നല്ല പരിചയമുള്ള കാര്യം. പിന്നെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ജിജോ ടീച്ചർ, എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഇതിലേക്ക് വന്ന പുതിയ ഉഷ ടീച്ചറായിരിക്കും. അതെ 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 ഉഷ ടീച്ചർ തന്നെയാണ് ഈ വർഷത്തെ പുതിയ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് സന്തോഷമുണ്ട്, നിങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടുന്നത് നല്ല കാര്യമാണ്. അത് ഓർക്കാനും പ്രായം കൂടുമ്പോഴും നമ്മുടെ ഭയം അതുപോലെ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. പ്രായം കൂടുമ്പോൾ സ്നേഹം കൂടട്ടെ, ഭയം കൂടുമ്പോഴാണ് നമ്മളിങ്ങനെ പ്രകൃതി പോവുക. നേരത്തെ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ദൈവം നമുക്കൊരു സമയം തന്നിട്ടുണ്ടോ? അത് തെറ്റിദ്ധാരണയായിട്ടത്. നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണത്. ദൈവം നമുക്കിങ്ങനെ നിനക്ക് ഇത്ര വർഷം, ഇയാൾക്ക് ഇത്ര വർഷം, അങ്ങനെ ചിന്തയില്ലാത്ത നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത് ഒരു തെറ്റാണ്. ദൈവം നമുക്ക് ജീവനാണ് തന്നെ. നമ്മളത് ദൈവത്തോട് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ജീവനാണ്. അപ്പൊ അതിന് പ്രശ്നം വരുന്നത് നമുക്കാണ്, ദൈവത്തിനല്ല, നമുക്കാണ്. കാരണം ദൈവത്തിന്റെ ജീവൻ നിത്യമാണ്. അപ്പം നമുക്ക് ജീവനെ തരുന്നത്. പക്ഷെ മനുഷ്യരായിട്ടുള്ള നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ബുദ്ധി, ആത്മാവും ശരീരവും മനസ്സും എല്ലാം ഉപയോഗിച്ച് ആ നാലും ദൈവത്തെ വിലയം പ്രാപിപ്പിക്കണം. അപ്പൊ ആ കോണിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ജീവനിലേക്ക്. അപ്പൊ അതങ്ങനെ നമ്മള് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോഴാണ് ഭയം കൂടി 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 വരും. കറക്റ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ സ്നേഹം കൂടി കൂടി കൂടി. ഭയം കൂടുമ്പോഴാണ് നമ്മൾ എല്ലാത്തിനും പിൻവാങ്ങുന്നത്. എല്ലാത്തിനും പിൻവാങ്ങുന്നത് ഭയം കൂടുന്നതനുസരിച്ചാണ്. നമുക്ക് കോൺഫിഡൻസ് പോകും. കാരണം നമ്മൾ വീക്കായിട്ട് വരിക. നമ്മുടെ ആത്മാവ് വീക്കാവും, മനസ്സ് വീക്കാവും, ബുദ്ധി വീക്കാവും, ശരീരം വീക്കാവും. ഈ ശരീരം ദുർബലമാവുന്നത് ആദ്യത്തെ 3 കാര്യങ്ങൾ വീക്കാവുമ്പോഴാണ്. ആത്മാവാണ് പ്രധാനം, ശരീരം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിത തിരക്ക് കുറച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്ര നാൾ ഓടിയെന്നോ, കുറഞ്ഞു പോയതോ, നഷ്ടം വന്നതോ, കളക്ട് ചെയ്യാൻ വിട്ടുപോയതൊക്കെ സ്വസ്ഥമായിരുന്നു കളക്ട് ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ്. അപ്പൊ അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് ഇപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നിങ്ങളുടെ റിട്ടയർമെന്റ് കാലം നന്നായിട്ട് ആസ്വദിക്കാം. നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നതോടെ നമുക്ക് സന്തോഷം വർദ്ധിക്കുകയുള്ളൂ. നമുക്ക് സന്തോഷം കടയുന്ന സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ല. സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുക.
നമ്മൾ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം, നമുക്ക് സന്തോഷം പോയി, ദുഃഖവും സങ്കടവും പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ അടുക്കി പോകും. അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും ഇടവരുത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ നീലമായ പ്രാർത്ഥന. അപ്പോൾ ഈ ദിവസത്തിന് എല്ലാ നന്മകളും മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കലാണ്. 2011-2024 നടന്ന സാഹിത്യം സംഗമത്തിന്റെ റിപ്പോർട്ട്. സെന്റ് മേരീസ് ചെങ്ങന്നൂരിലെ റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ 2024 സംഗമം നവംബർ 2-നാണ് നടന്നത്. മാഗി ടീച്ചർ, ഡെയ്സി ടീച്ചർ എന്നിവരുടെ പ്രാർത്ഥനാ ഗാനത്തോടെ 10:30 സമ്മേളനം ആരംഭിച്ചു. നമ്മെ എല്ലാം കൂട്ടത്തിലാക്കിയ ചൂരന്മല ദുരന്തത്തിലും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിലും മരിച്ചവർക്ക് KJ ടീച്ചർ അനുശോചനം രേഖപ്പെടുത്തി. നന്ദിനി ടീച്ചർ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. യോഗം ഉദ്ഘാടനം ചെയ്ത മാനേജർ നമ്മുടെ ബഹുമാനപ്പെട്ട ജിജോ കുഞ്ഞാത്തേരി അച്ഛൻ സന്തോഷമായിരിക്കുക എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചു. ലിസി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതിർന്ന അംഗമായ ആന്റണി മാസ്റ്റർ അധ്യക്ഷ പ്രസംഗം നടത്തി. മാഗി ടീച്ചർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ട്രഷറർ സ്ഥാനം ഉഷ ടീച്ചർക്ക് കൈമാറി. അടുത്തതായിട്ട് വരവ് ചെലവ് കണക്കുകളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ജീവിക്കാന്നാണ് തീരുമാനിച്ചത്. കാരണം ഒരുപാട് പണം സമ്പാദിച്ച് കൂട്ടി വെച്ച് ബാങ്ക് ബാലൻസ് ആക്കിയിട്ട് അവരോട് ഇവരോടൊക്കെ സമാധാനം പറയണ്ട, നമ്മൾ വയസ്സായ ആൾക്കാരാണ് എന്നാണ് നമ്മൾ തീരുമാനിച്ചത്, അല്ലേ? എന്തിനാ കുറേ കാശ് ബാങ്ക് ബാലൻസ് ഒന്നും വേണ്ട, ഉള്ളതുകൊണ്ട് ജീവിച്ച് പോയാൽ മതി എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ടൊരു കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ എന്നെ വയസ്സനാണെന്നുള്ള ധാരണയെ കാണണ്ട. ഞാൻ സംസ്കൃതവും ഞാൻ മലയാളവും. അപ്പൊ മലയാളത്തില് ഗ്രാമറിനൊക്കെ 10 മാർക്കാണ് SLC. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഗ്രാമർ പഠിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഗ്രാമർ ജയിച്ചാൽ കുട്ടി മലയാളത്തിൽ ജയിച്ചു വരണം. അപ്പോൾ ഒരു 10 മാർക്ക് ഗ്രാമർ കിട്ടാൻ വേണ്ടി, ഗ്രാമറിൻ്റെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം അങ്ങനെ കുട്ടികളെ ചിലപ്പോഴൊക്കെ വിറ്റാനുള്ളതാണ് തോന്നിയിട്ടുണ്ട്. അതൊരു വേറെ ഒന്നുമല്ല. എല്ലാ കൊല്ലവും എനിക്ക് ഞാൻ കോഴ്സല്ലായിരുന്നു 100 പ്രേമലേഖനമൊക്കെ എഴുതി അവരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ലവിൻ്റെ പ്ലേ ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യും ഫ്ലവർ, നീ എൻ്റെ കരളിൻ്റെ ലിവറല്ലേ ലില്ലി. ഈ പാട്ടിൻ്റെ കുട്ടികളെ പ്രേമലേഖനം എഴുതുമ്പോൾ ഹെഡ്മാസ്റ്റർ എന്നെ ഇതിന് ചുമതല ഏൽപ്പിക്കുക. അപ്പം ഞാനിവിടുത്തെ കുട്ടികളെ ഒരു നോട്ട് വിളിക്കുക. അവര് എന്താ പറയണ്ടത്, പ്രായം അവരുടെ അതല്ലേ. അപ്പം അതുകൊണ്ട് ആ പ്രായത്തിനനുസരിച്ച് ചിലപ്പോഴൊക്കെ അവരെ കണ്ടുപിടിച്ച് എനിക്കിവിടെ ഈ 91 വയസ്സാണ്. എല്ലാവരെക്കാളും കൂടുതൽ പ്രായം എടുക്കുകയാണ്. നല്ല ധാരണ ഓട്ടമാണ്. എൻ്റെ ജീവിത രീതി 3 നേരം കഞ്ഞിയാണ്. ഞാൻ എൻ്റെ നെറ്റിയിലെ നല്ല അധ്യാപകനൊന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ കൂടുതൽ നിൽക്കുന്നില്ല. ആശംസ പറയാനായിട്ട് ഇപ്പോഴത്തെ മിച്ചമായിട്ടുള്ള ലിജിമോളെ ക്ഷണിക്കാം. 81 വയസ്സായ ഈ വിദ്യാലയ മുത്തശ്ശിയുടെ ഓരോരോ കാലങ്ങളിൽ ഇതിൻ്റെ ഓജസ്സും തേജസ്സും ജീവനുമൊക്കെയായിരുന്ന പൂർവ്വസൂരികളായ പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ എല്ലാവർക്കും നമസ്കാരം. ലോനക്കുട്ടി മാഷ് പറഞ്ഞതുപോലെ ഈ സ്കൂളിനെ ഇത്രയാക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരും വഹിച്ച പങ്ക്, നിങ്ങളുടെ വിയർപ്പ്, അത് തീർച്ചയായും ഈ വിദ്യാലയം വിലമതിക്കുന്നുണ്ട്. ഏതു കാലത്തും അത് ഓർക്കുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം വിളിച്ചപ്പോൾ
80 വയസ്സിന് മുകളിലുള്ള അധ്യാപകരെ തേടി ഞങ്ങൾ വന്നത്. എല്ലാവരുടെ അടുത്ത് പോയതും വളരെ സന്തോഷമായിരുന്നു. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമായിരുന്നു അവരുടെ അടുത്ത് പോയ ഒരു അനുഭവം. എല്ലാവർക്കും അത് കിട്ടിയില്ല, അതിൽ പങ്കുകാരെയാവാൻ എനിക്ക് സാധിച്ചു. അത് ഞാൻ എൻ്റെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പകർന്നു തന്ന കൈത്തിരികളാണ് എൻ്റെ ഉള്ളിലെ വെളിച്ചമായിട്ട് ഞാനിപ്പോൾ പകർന്നു കൊടുക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടുന്ന് ഓരോരുത്തരും, ഞാൻ വന്ന 2004 ഞാൻ ഇവിടെ വന്നത്. അന്ന് നന്ദിനി ടീച്ചറുടെ അടുത്തായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. നന്ദിനി ടീച്ചറും എൽസി ടീച്ചറും അവരായിരുന്നു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അവരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. കലോത്സവമായാലും 6th വർക്കിംഗ് ഡേ ആയാലും രജിസ്റ്ററുകളായാലും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ, PTA മീറ്റിംഗ് നടക്കുമ്പോഴായാലും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ അവിടെ നമ്മുടെ ഓരോരുത്തരും, നമ്മുടെ ജോസ് മാഷ് അന്നൊക്കെ പേടിയായിരുന്നു, പക്ഷെ മാഷിന്റെ അടുത്തേക്ക് ആ പേടിയോടെ ആണെങ്കിലും ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് മാഷിനെ ഒന്ന് സോപ്പിട്ട് മാഷിന്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ മാഷിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും പേരെടുത്ത് പറയുമ്പോൾ ഡേസി ടീച്ചർ, മാഗി ടീച്ചർ, ലിസി ടീച്ചർ നമ്മുടെ സ്കൂളിന്റെ സാഹിത്യകാരിയാണ്. അന്ന് തന്നെ ലിസി ടീച്ചറുടെ ഒരു കവിതാ സമാഹാരം നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും, പിന്നെ മോൾ ടീച്ചറും ജെസ്സി ടീച്ചർ, നമ്മുടെ ഇവിടെ മുമ്പ് റിട്ടയർ ചെയ്ത ജെസ്സി ടീച്ചർ, എല്ലാവരും നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതാണ് ഞാൻ കണ്ടുപിടിച്ചത്. അത് തന്നെയാണ് ഞാനിപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രാവശ്യം വരുമ്പോൾ സ്കൂളിനും എനിക്കും ഇവിടുത്തെ അധ്യാപകർക്കും കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവില്ല, പക്ഷേ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, ഞങ്ങളുടെ ശക്തിയായിട്ട് കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് എപ്പോഴും മനസ്സിലുണ്ടാവുക. എന്നും നിങ്ങൾ സ്കൂളിലേക്ക് വരണം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ സായുജ്യത്തിന്റെ ഈ സംഗമത്തിന് ഹൃദയപൂർവ്വം ആശംസകൾ അർപ്പിക്കുന്നു. നിങ്ങൾ ഇനിയും വരണം. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന മാനേജറച്ചനും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ടീച്ചർ നല്ല ഒരു കലാകാരിയാണ്, കഥാകാരിയാണ്, കവിത എഴുതുന്ന ഒരു കവയിത്രിയാണ്. അപ്പോൾ ടീച്ചർ എഴുതിയ 2 പുസ്തകങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ സ്വീകരിച്ച് ഈ ടീച്ചർക്ക് ധന്യത കൊടുക്കുക. ഭാവമുള്ള പേരാണ്, ഇനിയും എഴുതാൻ സാധിക്കട്ടെ. സന്തോഷത്തോട് കൂടിയിട്ടില്ല. സ്കൂളിലെ അധ്യാപകരാണ് എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും, ടീച്ചർ എഴുതുക, അങ്ങനെയുള്ളൊരു പ്രോത്സാഹനം തന്നത്. ഞാൻ ആദ്യമായിട്ട് കവിത എഴുതിയപ്പോൾ ജിജിമോൾ ടീച്ചർ കവിതയാണെന്ന് എനിക്കും അറിയില്ല. ഞാൻ മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി കുറിക്കാറുണ്ടെങ്കിലും ഒരു കവിത എന്ന് തോന്നിയതായിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഇത് കവിതയാണ് എന്ന് പറഞ്ഞ് എന്നെ ഏറ്റവും ആദ്യം പറഞ്ഞത് ജിജിമോൾ ടീച്ചറാണ്. പിന്നെ നമ്മുടെ KJ ഉഷ ടീച്ചറാണ് അത് സ്റ്റാഫ് റൂമിൽ ടീച്ചർ തന്നെ പാടി അതീവ പ്രോത്സാഹനം എനിക്ക് തന്നത്. അതുപോലെ ഇവിടെയുള്ള എല്ലാ അധ്യാപകരും എന്നെ പിന്തുണച്ചു. അതുകൊണ്ടും ഈ പ്രോത്സാഹനത്തിനും നിങ്ങളുടെ സന്തോഷം എനിക്ക് തരുന്നതിനും നന്ദി. സംഘടന, അതായത് സായുജ്യം രൂപവൽക്കരിച്ച പ്രിയപ്പെട്ട ടീച്ചർ ആനിവേഴ്സറിക്കാണ് 2 പേര് റിട്ടയർമെൻ്റാണ്. അപ്പോൾ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് അവിടേക്ക് പോകാതെ 10-20 വർഷം വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പം അങ്ങോട്ട് പോകാണ്ട് എങ്ങനെയാണ് വരിക, എനിക്ക് വിടാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഒരു 1.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് മുങ്ങി ഇവിടെ പൊങ്ങി. ടീച്ചേഴ്സൊക്കെ നല്ല സഹകരണമായിരുന്നു. അപ്പം അതുകൊണ്ട് അവരുടെ ആ സഹകരണത്തിൽ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ അതിലും വേണ്ടധികം പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷം. എന്തെങ്കിലും നമ്മൾ വാട്സപ്പിലിടുന്നത് അപ്പോൾ ഒരുവിധം വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇവിടെ ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പെരിയാറേ പർവ്വതനിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. പൊന്നലകൾ
പറയാനായിട്ട് ഞാൻ നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനും ആയിട്ടുള്ള ജയപ്രകാശ് മാഷ് വിളിക്കുന്നു. പരിപാടിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുമ്പോൾ നന്ദി ടീച്ചർ അതിനെടുക്കുന്ന എഫർട്ട് ഞാൻ ആലോചിക്കുക. ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ നിലനിർത്തുന്നതുകൊണ്ട്, ഇങ്ങനെ ഒരു സംഘടന നടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഒരു അവസരം ഉള്ളൂ. പഠിപ്പിച്ച അധ്യാപകരെ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരെ ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഈ അവസരം തുറന്നും ഭംഗിയായി നടന്നു പോകട്ടെ. പല അസൗകര്യങ്ങളുണ്ട്, ആൾക്കാർ പലർക്കും വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്, അസുഖങ്ങളുണ്ട്, നേവി എന്ന് വരാനിരുന്നതാണ്. എന്നാലും ഒഴിവുള്ളവരെല്ലാവരും എത്തിച്ചേരുന്ന ഇങ്ങനെ പരിപാടി എല്ലാ വർഷവും പറ്റാവുന്നിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ജോസ് മാഷ്, നേരം വൈകി വന്ന ആളാണ് ജോസ് മാഷ്, എങ്കിലും പട്ടാള ജോസ് മാഷ് പറഞ്ഞേ പറ്റൂ. എന്തായാലും ഇങ്ങനൊരു വേദി പഴയ ആൾക്കാരൊന്നും കണ്ടുകൊണ്ടാണ് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് എന്നെപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അത്യാവശ്യം ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്ന് എല്ലാവരും ഒന്ന് കാണുകയും ബന്ധം പുതുക്കുകയും ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മസ്റ്റ് ചെയ്യാനൊരു അവസരം കൂടെ ഇതിൽ വളരെ നല്ല കാര്യം. ഇത് തുറന്നു പോകേണ്ട എല്ലാവിധ ആശംസകളും. അടുത്ത ലൈറ്റ് കമറ ആയിട്ടുള്ള ഒരാളൊരു ഗായകനുണ്ട് ഇവിടെ, കവിയാണ്. ജോസഫ് വരുമോ? ഞാനിവിടെ ആദ്യം വർക്ക് ചെയ്തിരുന്നതാണ്, FTM ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. കുട്ടികൾ ഞാൻ ഗായകനെന്നൊന്നും പറയാനുള്ളൊരു ക്രെഡിബിലിറ്റി ഒന്നും എനിക്കില്ലെങ്കിലും ഇവരെല്ലാവരും കൂടി ഗായകൻ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹൃദയത്തിനു പറയാനുള്ളത് മിഴിതലിൽ ഞാനിന്നു കണ്ടു, പറയാതെ പറയുന്നു പവിത്രാനുരാഗം നിമുഖശോഭയിൽ നിന്നു ഞാൻ വായിച്ചെടുത്തു. ഒരു നാളും അകലാത്ത ആത്മസൗഹൃദത്താൽ മനസ്സുകൾ പാടുന്നത് നമ്മളല്ലാതാരും കേൾക്കും. ഹൃദയാഭിലാഷത്തിൻ പൂമ്പാറ്റകൾ ഈ മാനം നിറയുന്നതാരു കാണും. ഈ മധുരം തേനിനേക്കാളേറെ ഹൃദയത്തിനറകൾ നിറയ്ക്കുന്നതാരോട് വർണ്ണിക്കാനാകും. ഈ പ്രണയം ആകാശമേലാപ്പിനേക്കാൾ വിസ്തൃതമെന്നത് ആരോട് സ്വകാര്യം പറയാനാകും. സ്വന്തം കവിതയാണത്, സ്വന്തം കവിത. ആശംസ പറയാനായിട്ട് ആഗ്നസിനെയാണ് വിളിക്കുന്നത്. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 1958 ഒക്ടോബർ 5-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ ജോയിൻ ചെയ്ത് FTM പോസ്റ്റിലാണ് ഞാനിവിടെ വർക്ക് ചെയ്തത്. 11 കൊല്ലം 2 മാസവും അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് പ്രൊമോഷനായി പോയി. പിന്നെ ക്ലർക്കായിട്ട് ഏപ്രിൽ 18-ന് ആദ്യം ഇവിടെ വന്നിട്ട് 22 ജനുവരിയിൽ മണ്ണമ്പട്ടിക്ക് തന്നെ ആദ്യം തിരിച്ചു പോയി. അവിടെ നിന്നാണ് ഞാൻ ടെർമിനൽ നടക്കുന്നത്. ഈ സായുജ്യം സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും അംഗമായി സ്വീകരിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി ഉഷ ടീച്ചറെ ക്ഷണിക്കുകയാണ്. 1998-ലാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നത്. അപ്പച്ചനും അമ്മച്ചിയും സ്കൂളായതുകൊണ്ട് അന്നത്തെ HM ആണ് ആന്റണി മാഷ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ മാഷ് പറഞ്ഞു, വെറുതെ വീട്ടിലിരിക്കേണ്ട, സ്കൂളിൽ വന്നപ്പോൾ ഇരുന്ന് നേരം കളയിലൊക്കെ മാഷ് പറഞ്ഞതായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയുടെ ഒപ്പം എനിക്ക് 1-2 വർഷം ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. ഇന്നിപ്പോൾ അപ്പച്ചനമ്മച്ചിക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സായുജ്യം തുടങ്ങിയപ്പോൾ അന്നത്തെ റിട്ടയർ ചെയ്ത അധ്യാപകർക്ക് വളരെയധികം സന്തോഷം ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലായി. അത് ഇവിടെ തുടങ്ങിയ കാലം തൊട്ട് ഞാനുണ്ട്, ഈ പ്രാവശ്യം ഔദ്യോഗികമായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അപ്പച്ചനമ്മച്ചിയാണ് എൻ്റെ എല്ലാം, അതുകൊണ്ട് തന്നെ അവര് ഇല്ലാത്തൊരു ഇതിലെനിക്ക് വളരെ വിഷമമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ജോൺസൺ മാഷ് അവസാനം എത്തിയല്ലേ? മാഷ് 2 വാക്ക് പറയൂ. അപ്പോ ഇങ്ങനെ ഇതിൽ സമ്മതിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. ഞാൻ വീട്ടിലൊക്കെ ഹോസ്പിറ്റലിൽ
ലിസ്റ്റ് കണ്ടു സന്തോഷത്തിന് എല്ലാവരും പങ്കെടുക്കാൻ സന്തോഷം ലിസ്റ്റ് കവർ കേൾക്കാൻ പറ്റി. താങ്ക് യു താങ്ക് യു. ഇനി നമ്മളുടെ അതുപോലെ തന്നെ ടീച്ചർ വിളിച്ചു. എൻ്റെ ലൈഫിനെ സ്വാധീനിച്ച ഒരു വ്യക്തി, നിങ്ങളെല്ലാവരും സ്വാധീനിച്ചിട്ടുള്ളതാണ്, പക്ഷെ അത് ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആന്റണി മാഷാണ്. ഈ അപ്പൻ്റെ ഓർമ്മകളൊക്കെയുള്ള എനിക്ക് സംസാരിക്കാൻ അവസരം വന്നതിന് പ്രത്യേകമാണ്. വീഡിയോ പിടിക്കുന്നു. യോ പറഞ്ഞോ. 1 2 3 സ്റ്റാർട്ട്.